എല്ലാവർക്കും സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാലഘട്ടങ്ങളിലായി ചില ടേംസ് വളരെ എവിഡന്റ് ആയിട്ട് നമ്മുടെ പൊതുസമൂഹങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അറിയാണ്ട് തന്നെ ജനറേഷൻ വ്യത്യാസമില്ലാണ്ട് ചില വാക്കുകൾ ചില ഇംഗ്ലീഷ് ടേംസ് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. അപ്പൊ ഈ ടേംസിന്റെ ഒക്കെ ചില സമയത്ത് അസ്ഥാനത്ത് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ പല സ്ഥലങ്ങളിലും കുട്ടികൾ ചിലപ്പോൾ പറയാറുണ്ട്, എന്റെ വീട്ടിലുള്ളവർ എന്റെ വൈബിന് ചേരുന്നവരല്ല. അല്ലെങ്കിൽ ചിലർ ജോലിക്ക് പോയി കഴിയുമ്പോൾ പറയാറുണ്ട്, എന്റെ ജോലി സ്ഥലത്ത് എന്റെ കൊളീഗ്സ് ആരും എന്റെ വൈബിന് പറ്റിയവരില്ല. ആൻഡ് ആക്ച്വലി വൈബ് എന്താണ്? വൈബ് എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയാണ് ഇന്നത്തെ സ്പോട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു ഗുഡ് വൈബ് നമ്മുടെ അറൗണ്ട് ഉണ്ടാവണമെങ്കിൽ അവിടെ ഷുവറായിട്ടും പോസിറ്റീവ് എനർജീസ് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടും കാമായിട്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷവും ഉണ്ടാവും. അപ്പം ഈ സന്തോഷവും പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ലൊരു സൗഹാർദ്ദപരമായ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഇന്നത്തെ തലമുറ പറയുന്ന ഈ ഒരു ഗുഡ് വൈബ് എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത്. ആൻഡ് എഗെയിൻ ഇത് നമുക്ക് നമ്മളുടെ കഴിവുകൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗുഡ് വൈബ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഗുഡ് വൈബ്സ് നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 പ്രധാനപ്പെട്ട ടിപ്സ് ആണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എഗെയിൻ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് വൈബ് അറൗണ്ട് യു. എഗെയിൻ ദി വെരി ഫസ്റ്റ് തിങ്, നിങ്ങൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മളെ തന്നെ അറിയാനാണ്. സെൽഫ് അവയർനെസ് ആണ് ദി വെരി ഫസ്റ്റ് തിങ് ദാറ്റ് വി വാണ്ട് ടു ഡു. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, എന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, ഞാൻ എന്റെ ചുറ്റുമുള്ളവരോട് ഇപ്പോൾ ഇടപെടുന്ന രീതി എന്താണ് എന്നൊക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയിരിക്കും എന്ന് ഉള്ളത്. അതായത് നമ്മുടെ ലൈഫിൽ വലിയൊരു സ്ട്രഗിൾ നടക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിന് ചുറ്റും ഉണ്ട് എങ്കിൽ ഒരിക്കലും നമ്മളെ കൊണ്ട് ഈ നെഗറ്റിവിറ്റിയുടെ അറൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. പക്ഷെ ഈ ഇമ്പോസിബിൾ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു പോസിബിലിറ്റി ആണ്. അതെ, ഇമ്പോസിബിൾ എന്ന് പറയുന്നത് മറ്റൊരു പോസിബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കറന്റ്ലി നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ സംടൈംസ് യു മേ ഫീൽ എലോൺ, എനിക്കാരുമില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ തോന്നുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പല പോസിറ്റീവ് കാര്യങ്ങളും സംഭവിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. അപ്പം അതിനുവേണ്ടി കറന്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. എന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, ഞാനിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈലിലൂടെയാണ് കടന്നു പോകുന്നത്. ആൻഡ് അഗെയിൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശമായിരിക്കും എനിക്ക് പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നത്. ഇഫ് ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, ഞാൻ വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ ഗോ ആൻഡ് സെർച്ച്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. ഒരുപാട് പേരെ നിങ്ങൾ കാണും, അവർ ഒരുപാട് പേര് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യും. സംടൈംസ് നമ്മുടെ ലൈഫിൽ വളരെ ലോൺലി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട് അല്ലെ. ഇടയ്ക്ക് ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇഫ് യു ഫീൽ ലൈക്ക് ആരും എന്നെ കേൾക്കാനില്ല അല്ലെങ്കിൽ ആർക്കും എന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനില്ല, അങ്ങനെ ഒരു ലോൺലിനെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോവുക. ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോവുക. ആ ടൈമിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണും, ഒരുപാട് മനുഷ്യരെ കാണും, അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. ആൻഡ് എഗെയിൻ തന്നെ പോയി ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ ഇറ്റ് വിൽ ഗിവ് യു ലോട്ട് മോർ എക്സ്പീരിയൻസ്. അവിടെ ചിലപ്പോൾ നല്ല ഫാമിലീസ് ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ ചില തമാശകൾ, അവരുടെ ലൈഫിലെ ചില കാര്യങ്ങൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചിരി വരികയും നിങ്ങൾക്കും അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ സന്തോഷം വരികയും ചെയ്യും. ആൻഡ് അഗെയിൻ ദാറ്റ് ബ്രിങ്സ് എ പോസിറ്റിവിറ്റി ടു യുവർ ലൈഫ്.
അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളുടെ കണ്ടീഷൻ മനസ്സിലാക്കി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ again that will change your life. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ് കിട്ടാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ പോകുന്ന വഴിയിലുള്ളവരോടൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില മുഖങ്ങളുണ്ടാവും. ആ മുഖങ്ങൾ ചിലപ്പോൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാവും, തിരിച്ച് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ഇങ്ങനെ പുഞ്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ഷെയർ ചെയ്യപ്പെടും. ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി അവരുടെ ലൈഫും ഹാപ്പി ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആവും. എന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു തരുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ പോലും അവരോട് നന്ദിപൂർവ്വം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. അവരോട് ചിരിച്ച മുഖത്തോടു കൂടി അവരോട് നല്ലൊരു വാക്ക് പറയുക, താങ്ക് യു പറയുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേക്ക് ദാറ്റ് ബ്രിങ്സ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻ ടു യുവർ ലൈഫ്. ചിലപ്പോൾ നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്നായിരിക്കും, അല്ലെ? നിങ്ങളിപ്പോ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് സെർവ് ചെയ്ത് തരുന്ന ഒരു വ്യക്തി ഉണ്ടാവും. സെർവ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് ഒരു താങ്ക് യു പറഞ്ഞു നോക്കുക. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ആ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങൾക്ക് അവരോട് പറയാം ഫുഡ് നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നിങ്ങൾ പൈസ പേ ചെയ്തിട്ട് തിരിച്ചു പോരുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ജീവനുള്ള ജീവിതമാണ് എന്ന് തോന്നിപ്പോകും. ചില പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ലൈഫ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യു മേ സീ മെനി പീപ്പിൾ ഇൻ യുവർ ലൈഫ്. ചിലര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തരാൻ വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ നേരത്തെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സംടൈംസ് നിങ്ങൾക്ക് ഒരു ബാഡ് മൂഡാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്ര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീലിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അവരടുത്തേക്ക് പോയിട്ട് അവരോട് ഒരിക്കലും നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകരുത്. ഓർ എൽസ് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഒരു ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് നമ്മൾ പറയുന്നല്ലോ ഒരു ചെവി കൂടെ കിട്ടും മറ്റേ ചെവി കൂടെ കഴിയുക. അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും നെഗറ്റീവ് വൈബ്രേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് കൃത്യമായ ഒരു അകലം ഈ പറയുന്ന സമയങ്ങളിലൊക്കെ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് talk to someone really gives positive vibes in your life. നിങ്ങളുടെ ലൈഫിൽ ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചിലരോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ ഇരിക്കുന്ന സമയത്ത് ചിലർ നിങ്ങളുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരും. ഞാൻ ഇന്നയാളെ എന്നാ വിളിച്ചേക്കാം, കുറച്ച് നേരം അവരോട് സംസാരിച്ചേക്കാം എന്ന് കേട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. അവരെ വിളിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ forget about the negative people in your life. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും, അല്ലെ? അവരോടൊക്കെ വളരെ പേഷ്യൻസോടെ കൈൻഡ്നെസ്സോടെ സംസാരിക്കാനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കോംപ്ലിമെന്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് നല്ലൊരു കാപ്പി ഉണ്ടാക്കി തന്നു കാണും, അവരെ നോക്കി പുഞ്ചിരിച്ചോണ്ട് കാപ്പി കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് പെട്ടെന്ന് തന്നു തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ചെറിയ മിയർ തിങ്സ് ആയിരിക്കും, നിങ്ങൾ വളരെ അൺനോട്ടീസ്ഡ് ആയി പോകുന്ന തരത്തിലുള്ള മിയർ തിങ്സ് ആണെങ്കിൽ പോലും അത് എടുത്ത് കോംപ്ലിമെന്റ് ചെയ്യുക. അത് ആ ഒരു പോയിന്റ് ഓഫ് നോട്ടിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ഈ ഒരു ചെറിയ കാര്യം പോലും അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം വരും. ആൻഡ് എഗെയിൻ അവരുടെ ഉള്ളിലൊരു സന്തോഷം വരുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടി ഷെയർ ചെയ്യപ്പെടും. അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുക. ബി കൈൻഡ് ടു അതേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് പലരെയും വേദനിപ്പിക്കാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവർ ഒരുപാട് സന്തോഷിച്ചു എന്ന് വേണം. അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ കോംപ്ലിമെന്റ് ചെയ്ത് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കാൻ എഗെയിൻ ദാറ്റ് ഹാപ്പിനെസ് നിങ്ങളുടെ അടുത്തേക്ക് ബൗൺസ് ബാക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
ആൻഡ് ദി ലാസ്റ്റ് തിങ് ഈസ് നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ എപ്പോഴും കാം ആയിട്ടും അപ്ലിഫ്റ്റിംഗ് ആയിട്ടും വെക്കുക. അതായത് നിങ്ങളുടെ മുറികൾ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ ആ പ്ലേസുകളൊക്കെ നിങ്ങളുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മുറികളെല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചില സമയത്ത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ചില ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുറിയിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാം വലിച്ചു വാരി എല്ലാം നിരത്തി പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ എടുക്കുന്നത് ഭയങ്കര ഭയങ്കര മെസ്സി ലൈഫായിരിക്കും. ഒരു മെസ്സി ലൈഫ് അല്ലെങ്കിൽ ഒരു മെസ്സി റൂം കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അവരുടെ മൈൻഡും അതുപോലെ തന്നെ മെസ്സിയാണ്. അതുപോലെ തന്നെയാണ് വളരെ ഓർഗനൈസ്ഡ് ആക്കി കാര്യങ്ങൾ വെക്കുകയും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് റൂമുകളൊക്കെ അടുക്കി പറക്കിയൊക്കെ വെക്കുന്ന ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ ലൈഫും അവരുടെ മൈൻഡും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂമുകൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ ആ സ്ഥലങ്ങൾ വളരെ വൃത്തിയായിട്ട് നല്ല മൂഡ് ബൂസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്രമാത്രം നിങ്ങൾക്ക് ഹാപ്പിനെസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്ര രീതിയിൽ നിങ്ങളുടെ ഹാപ്പിനെസ് ആഡ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അഗെയിൻ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് വൈബ് അറൌണ്ട് യു ആൻഡ് ബൂസ്റ്റ് യുവർ മൈൻഡ്. ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വൈബ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അഗെയിൻ ദാറ്റ് വിൽ ക്രിയേറ്റ് എ പോസിറ്റീവ് വൈബ് അറൌണ്ട് യു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗുഡ് വൈബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയും സാധിക്കും. അതുകൊണ്ട് ബി കാം, ബി ഹാപ്പി ആൻഡ് ക്രിയേറ്റ് ഗുഡ് വൈബ് അറൌണ്ട് യു. താങ്ക്സ് ഫോർ വാച്ചിങ് സ്പോട്ട്ലൈറ്റ് ടുഡേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Please don't forget to like, share and subscribe the channel.